നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനെയാണ് കേട്ടോ. ഓം വജദ്ഭുവേ നമ. ഇത് 108 തവണ ഇന്ന് ജപിക്കുന്നത് നല്ലതാണ്. കാരണം സ്കന്ദഷഷ്ഠിയാണ് ഇന്ന്. അതുപോലെ തന്നെയാണ് ഓം ശരവണ ഭവ എന്നുള്ളതും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്. ഈ സ്കന്ദഷഷ്ഠിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉമാമഹേശ്വര പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ശൂര പത്മാസുരനുമായി യുദ്ധം ചെയ്തു. അപ്പോൾ ഈ ശൂര പത്മാസുരൻ മായാവിയായിട്ടുള്ള ഈ അസുരനാണ് സുബ്രഹ്മണ്യ സ്വാമിയെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അദൃശ്യനാക്കി അത്രേ. അപ്പോൾ സ്കന്ദനെ കാണാതെ ദുഃഖിതരായിട്ടുള്ള ദേവന്മാരും മാതാവായിട്ടുള്ള പാർവതി ദേവിയും തുടർച്ചയായിട്ട് 6 ദിവസം വ്രതം അനുഷ്ഠിക്കുകയും തന്മൂലം ആ ശൂരപത്മാസുരൻ്റെ മായയെ അതിജീവിച്ചിട്ട് സുബ്രഹ്മണ്യ സ്വാമി തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തുള്ള ഷഷ്ടിക്ക് അസുരനെ വധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 2025 ഒക്ടോബർ മാസം 27 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:27 പുരാടം നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ 2025 ഒക്ടോബർ 28 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:45 വരെയാണ് പുരാടം നക്ഷത്രം. ശേഷം ഉത്രാടം നാളാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.